സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം ഓണ ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ഇന്നു മുതൽ തിരുവോണം വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങൾ വിസ്മയ പ്രകാശാണ് നൽകുന്നത്. വിസ്മയ, എന്തായാലും ഓണം വെള്ളത്തിൽ മുങ്ങുമോ എന്നൊരു ആശങ്ക കൂടി മുന്നിൽ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ 4 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു മഴയുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉത്രാട ദിനം വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് എന്തായാലും 4 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലും മറ്റന്നാൾ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുമാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഉത്രാട ദിനം വരെ, അതായത് ഓണത്തോട് വരെ ഇപ്പോൾ മഴ ശക്തമായേക്കും എന്നുള്ളൊരു സാധ്യതയാണ്. അതായത് ഓണം ദിനത്തിലും മഴ മുന്നറിയിപ്പ് നിലവിലില്ല 26-ാം തീയതി. എന്നാൽ മുന്നറിയിപ്പ് വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. മാത്രമല്ല, മത്സ്യബന്ധന വിലക്കും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്കുണ്ട്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലും ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലുമായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാണ് ഇപ്പോൾ ഒരു ശക്തമായ മഴയ്ക്ക് സാധ്യത പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു ഇടവേള, കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് 4 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തിങ്കളാഴ്ച കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സാധ്യതയുള്ളതിനാൽ തന്നെ അവിടെ സംസ്ഥാനത്ത് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പും അതുപോലെ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. മറ്റു കുറച്ച് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്നുള്ളൊരു കാര്യമാണുള്ളത്. അതുപോലെ തന്നെ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ ഒരു സമയത്ത് ഒഴിവാക്കണമെന്ന് മത്സ്യബന്ധന വിലക്ക് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഈ ഒരു സമയത്ത് കടലിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണം എന്നുള്ളൊരു അറിയിപ്പ് കൂടിയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത ഉള്ളതിനാൽ തന്നെ ഉയർന്ന തിരമാലകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധന യാനങ്ങൾ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നവരെ തന്നെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം. അതുപോലെ തന്നെ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. അഥവാ ഉയർന്ന തിരമാലകളോ അല്ലെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസമോ അത്തരത്തിലൊരു സാധ്യത ഉണ്ടായാൽ ഈ ഒരു ബോട്ടുകൾ ഒഴുകി പോകാതിരിക്കാൻ അത് കെട്ടിയിടണം എന്നുള്ളൊരു നിർദ്ദേശവും. മാത്രമല്ല, ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക എന്നീ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും അറിയിപ്പുകളിലും അതുപോലെ തന്നെ തീരദേശവാസികളും മത്സ്യ തൊഴിലാളികളും ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണുള്ളത്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഈ ഒരു ഓണ ദിവസങ്ങളിൽ ഓണാഘോഷ നിറവിലാണ് മലയാളികൾ. ഈ ഒരു സമയത്താണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. വടക്കൻ കേരളത്തിലാണ് ഇപ്പോൾ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കേരളത്തിലെ മത്സ്യബന്ധന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില നിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പാലിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് വിസ്മയ പ്രകാശാണ്.